ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപഗ്രഹ അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാഹന വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന റഡാർ ഉപകരണങ്ങൾക്കായി പുതിയ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. കോന്നി ആനക്കൊട്ടിലിന് സമീപം കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് 4 വയസ്സുകാരൻ മരിച്ചു. സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിൽ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ടോൾ പ്ലാസകളിൽ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ആരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ പദ്ധതി നിലവിൽ വരുമെന്ന ചില മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ദേശീയ ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയുന്ന ANPR സംവിധാനവുമായി നിലവിലെ ഫാസ്ടാഗ് സംയോജിപ്പിച്ചുകൊണ്ടുള്ള നൂതന സംവിധാനം തെരഞ്ഞെടുത്ത ടോൾ പ്ലാസകളിൽ ഉടൻ നിലവിൽ വരുമെന്ന് കേന്ദ്രം അറിയിച്ചു. വാഹന വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന റഡാർ ഉപകരണങ്ങൾക്കായി പുതിയ നിയമങ്ങൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. 2011 ലീഗൽ മെട്രോളജി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിജ്ഞാപനം. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിച്ച നടൻ മോശമായി പെരുമാറിയെന്ന നടിയുടെ പരാതി ഗൗരവമുള്ളതാണെന്നും സർക്കാർ അന്വേഷിക്കുമെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രാജ്യത്തിന് തന്നെ മാതൃകയായ മലയാള സിനിമാ മേഖലയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന യാതൊരു പെരുമാറ്റവും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരി പരിശോധനയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്നും ഇതു സംബന്ധിച്ച വിവരം ലഭിച്ചാൽ എവിടെയും പരിശോധന നടത്തുമെന്നും മന്ത്രി MV രാജേഷ്. ലഹരി ഉപയോഗം സംബന്ധിച്ച് ഏത് വിവരവും സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോന്നി ആനക്കൂട് സന്ദർശിക്കാനെത്തിയ 4 വയസ്സുകാരൻ കോൺക്രീറ്റ് തൂണിളകി വീണ് മരിച്ചു. അടൂർ കണമ്പനാട് സ്വദേശികളായ അജി ഷാരി ദമ്പതികളുടെ മകൻ അഭിറാമാണ് മരിച്ചത്. നടപ്പാതയുടെ വശത്തെ തൂണുകളിൽ ഒന്നിൽ ചാരി നിന്ന് കുട്ടി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. 4 അടിയോളം ഉയരമുള്ള കോൺക്രീറ്റ് തൂണാണ് കുട്ടിയുടെ ദേഹത്ത് പതിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസും വനം വകുപ്പും പരിശോധന നടത്തും. സംഭവത്തെ തുടർന്ന് കോന്നി ആനക്കൂട് താൽക്കാലികമായി അടച്ചു. കോന്നി ആനക്കൊട്ടിലിന് സമീപം കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് കുട്ടി മരിച്ച സംഭവത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ ദുഃഖം രേഖപ്പെടുത്തി. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിന്നും മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. അതേസമയം സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് കോന്നി MLA KU ജനീഷ് കുമാർ ആരോപിച്ചു. മലയാളിയുടെ തനത് സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന കേരള ഖാദി ഓൺലൈനിലും ലഭ്യമാക്കുന്നു. ഇതിനുള്ള നടപടികൾ ഖാദി ബോർഡ് ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഫാഷൻ ലോകത്തെ മാറുന്ന ട്രെൻഡിനൊപ്പമാണ് കേരള ഖാദി ഓൺലൈൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതോടെ നവീന ഫാഷനിലുള്ള ഖാദി വസ്ത്രങ്ങളും വൈവിധ്യമാർന്ന ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും ലോകത്തെവിടെ നിന്നും സ്വന്തമാക്കാനാവും. ഖാദി കുട്ടിക്കുപ്പായം മുതൽ പട്ടുസാരികൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ഡബിൾ മുണ്ടുകൾ, ചവിട്ടികൾ, പഞ്ഞിക്കിടക്കകൾ, തലയിണകൾ എന്നിവയ്ക്ക് പുറമെ ഡിജിറ്റൽ ഫോട്ടോ പ്രിന്റിംഗ് ഉൾപ്പെടെ നൂതന ഡിസൈനുകൾ ഖാദിയിൽ ചെയ്തു നൽകും. സ്വീകാര്യതയ്ക്കനുസരിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണിയിൽ ഇറക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ മാർക്കറ്റിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള സംസ്ഥാന ഖാദി ബോർഡ് ഡിജിറ്റൽ തൊഴിലവസരവും ഒരുക്കുന്നുണ്ട്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ഒരു കോളേജിൽ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BCA ചോദ്യപേപ്പർ ചോർന്നതായാണ് വിവരം. സർവകലാശാല അധികൃതർ ബേക്കൽ പോലീസിലും കണ്ണൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പരീക്ഷാ ചോദ്യപേപ്പർ കോളേജിലേക്ക് മെയിൽ ചെയ്ത് ക്യാമ്പസിൽ നിന്നും പ്രിന്റ് എടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ആവശ്യപ്പെട്ടു. സർക്കാർ സംവിധാനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകും വിധം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി MB രാജേഷ്. നിർമ്മാണം പൂർത്തീകരിച്ച പാലക്കാട് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഡിജി കേരള സംരംഭത്തിന് കീഴിൽ 21 ലക്ഷത്തിലധികം ആളുകളെ ഡിജിറ്റൽ സാക്ഷരരാക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ഇന്ന് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ലത്തീൻ, സിറോ മലബാർ, മലങ്കര, ക്നാനായ തുടങ്ങിയ സഭകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി ചടങ്ങ് നടന്നു. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ നേതൃത്വം നൽകും. നാളെ രാത്രിയോടെ ഉയർപ്പ് തിരുനാളിനുള്ള ശുശ്രൂഷകൾ ആരംഭിക്കും. ഈസ്റ്റർ ദിനമായ ഞായറാഴ്ചയും പ്രത്യേക കുർബാനയും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. വനം വകുപ്പ് കുരിശു പൊളിച്ചുമാറ്റിയ തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്തേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി ചടങ്ങ് നടത്തി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പരിഹാര പ്രദക്ഷിണം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. ഉൽപാദന സേവന രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുകയാണ് കുടുംബശ്രീ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചും മേളകളിൽ പങ്കെടുത്തും കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ നേടിയത് 3.5 കോടി രൂപയുടെ വിറ്റുവരവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ കഴിഞ്ഞ വർഷം 58 മാസചന്തകൾ നടത്തി. ഓണം, വിഷു, ക്രിസ്തുമസ്, പുതുവത്സരം എന്നീ സമയങ്ങളിൽ 158 പ്രത്യേക ചന്തകൾ നടത്തിയതിലൂടെ 63.76 ലക്ഷം രൂപ ലഭിച്ചു. ഇതര സംസ്ഥാനങ്ങളിലും സംസ്ഥാനത്ത് നടത്തിയ 3 സരസ് മേളകളിൽ നിന്നും 29.10 ലക്ഷമാണ് വിറ്റുവരവ്. നാനോ മാർക്കറ്റ്, മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ, പിങ്ക് കഫേ, കിയോസ്കുകൾ, കുടുംബശ്രീ ബസാർ എന്നിവിടങ്ങളിൽ നിന്ന് 85.23 ലക്ഷം രൂപയാണ് വിറ്റുവരവുണ്ടായത്. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, റിസോർട്ടുകൾ തുടങ്ങിയിടങ്ങളിലേക്ക് 38 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഓർഡറുകൾ കിട്ടിയിരുന്നു. 3.25 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിലൂടെ വിറ്റുപോയി. ശബരിമല സന്നിധാനത്ത് നിർമ്മിക്കുന്ന പുതിയ ഭസ്മകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് രാവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ശബരിമല തന്ത്രി കണ്ഠരര്, രാജീവരര് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. 18ാം പടിക്ക് മുന്നിൽ വലിയ നടപ്പന്തലിന് പുറകുവശത്തായാണ് പുതിയ ഭസ്മകുളം നിർമ്മിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു വീട് വച്ച് താമസിക്കുന്ന അനേകർക്കിടയിൽ വലിയ മാതൃകയാണ് കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവും സാമൂഹ്യ പ്രവർത്തകയുമായ പത്തനംതിട്ട സ്വദേശി ഡോക്ടർ MS സുനിൽ എന്ന സുനിൽ ടീച്ചർ. ഭവനരഹിതർക്കായി ഡോക്ടർ MS സുനിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇതുവരെ നിർമ്മിച്ചു നൽകിയത് 350 സ്നേഹഭവനങ്ങളാണ്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 20 വർഷം മുൻപ് സ്വന്തം ക്ലാസ്സിലെ പെൺകുട്ടിക്ക് വീട് വെച്ചു നൽകിയാണ് ഭവനരഹിതർക്ക് വീടെന്ന ആശയത്തിന് സുനിൽ ടീച്ചർ തുടക്കമിട്ടത്. 350 ഭവനങ്ങളിലൂടെ 1500-ലധികം ആളുകൾക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകുവാനും ഇക്കാലയളവിനുള്ളിൽ ഇവർക്കായി. സംസ്ഥാനത്തെ 8 ജില്ലകളിലായി സർക്കാർ വകുപ്പുകളിൽ നിന്നോ രാഷ്ട്രീയ സാമുദായിക പിന്തുണയോ ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളതും സ്വന്തമായി ഭൂമിയുള്ള അടച്ചുറപ്പില്ലാത്ത കുടിലുകളിൽ താമസിക്കുന്നവർക്കുമാണ് ഇതുവരെ ടീച്ചർ സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ലഹരിക്കല്ല, സ്പോർട്സിനാണ് അടിമപ്പെടേണ്ടതെന്ന് ഒളിമ്പ്യൻ PR ശ്രീജേഷ്. കൊല്ലം ഹോക്കിയും ജില്ലാ സ്പോർട്സ് കൌൺസിലും IREയും സംയുക്തമായി ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച വേനൽക്കാല ഹോക്കി പരിശീലന ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 1 മുതൽ 4 വരെ മുംബൈയിൽ നടക്കാനിരിക്കുന്ന ആഗോള ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L മുരുകൻ വിലയിരുത്തി. കേന്ദ്രത്തിലെയും മഹാരാഷ്ട്രയിലെയും നോഡൽ ഓഫീസർമാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗമാണ് പുരോഗതി അവലോകനം ചെയ്തത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാഹന വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന റഡാർ ഉപകരണങ്ങൾക്കായി പുതിയ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. കോന്നി ആനക്കൊട്ടിലിന് സമീപം കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് 4 വയസ്സുകാരൻ മരിച്ചു. സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിൽ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.